പച്ചരി കുതിർത്തരച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാവേ. അതിനായിട്ട് 2.5 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നല്ലതുപോലെ കഴുകി കുതിർക്കാനായിട്ടിടുന്നു കേട്ടോ. ഒരു 4 മണിക്കൂറാണ് കുതിർക്കാനായിട്ടിടുന്നത്. അതിനുശേഷം ഒരു മുറി തേങ്ങയും പിന്നെ കുറച്ച് ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അരി നല്ലതുപോലെ അരച്ചെടുക്കുവാണ് കേട്ടോ. നമ്മൾ അപ്പത്തിന് അരയ്ക്കുന്ന പോലെ നല്ലതുപോലെ അരച്ചെടുക്കണം. പിന്നെ തേങ്ങയും ജീരകവും പിന്നെ അതിലേക്ക് ഒരു 5 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അതും അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഈസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. അപ്പം തലേന്ന് രാത്രിയാണ് നമ്മളിങ്ങനെ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ അടച്ച് വെക്കുവാണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ എടുത്തപ്പോഴേക്കും നല്ലതുപോലെ മാവ് പൊങ്ങിയിട്ടുണ്ട്. ഇനി തവി വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. അപ്പം ഇച്ചിരി കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുത്തു കേട്ടോ. ഒത്തിരി ലൂസാവണ്ട, ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നതേ ഉള്ളേ. അതിന് ശേഷം ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം ഇഡ്ഡലിയുടെ തട്ട് നമ്മൾ കമത്തിയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ നല്ലതുപോലെ ഓയിൽ തടവി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഓയിൽ തേച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്കാണ് നമ്മളിനി മാവ് ഒഴിക്കാനായിട്ട് പോകുന്നത്. അത്യാവശ്യം വലിയ പ്ലേറ്റ് ആയിരുന്നു ഞങ്ങൾ എടുത്തത്. 2.5 ഗ്ലാസ് അരി എടുത്തപ്പം നമുക്ക് ഈ പ്ലേറ്റിന് ഒരു 3 പ്ലേറ്റ് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റി കേട്ടോ. പ്ലേറ്റിൽ മാവ് ഒഴിച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രം നല്ലതുപോലെ അടച്ചു വെക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് മതി നമ്മുടെ ഈ വട്ടയപ്പം റെഡിയാവാനായിട്ട്. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലതുപോലെ ആവി വന്നു. അപ്പോൾ നമുക്കിത് വെന്തോ നോക്കാനായിട്ട് ഒരു തവി വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ആ തവിയിൽ മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് നല്ലതുപോലെ വെന്തോന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടോ അത്. എന്നിട്ട് ഇതാ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുവാണേ. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങിൽ നമുക്ക് ചായക്ക് കടിയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. ബൈ.